നമസ്കാരം. നാളെ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. കേരളത്തിലെ നാനാതുറകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തർ പൊങ്കാല അർപ്പിക്കാൻ തലസ്ഥാന നഗരിയിലെത്തും. രാവിലെ 10:30 പണ്ടാര അടുപ്പിൽ തീ പകരും. 1:15 പൊങ്കാല നിവേദ്യം. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കും ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല. കൂടുതൽ വിവരങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് മാനസ മനോജ് നൽകും. മാനസ, സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള ഒരു പൊങ്കാല. മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും GR അനിലും ഒക്കെ നമ്മളോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. മികച്ചൊരു സംഘാടനം തന്നെ. നഗരവീഥികളെല്ലാം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. എങ്ങനെയാണ് വിശേഷങ്ങൾ? തീർച്ചയായും അനന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല ഒരു പൊങ്കാല തന്നെയായിരിക്കും ഇത്തവണത്തേത് എന്ന് തന്നെയാണ് മന്ത്രി. പ്രത്യേകത ഇത്തവണയുണ്ട്. ഹരിതചട്ടം പാലിച്ചുള്ള പൊങ്കാല മഹോത്സവമായിരിക്കും. ഹരിത പൊങ്കാല തന്നെയായിരിക്കും ഇത്തവണത്തേത് എന്ന് തന്നെയാണ് മന്ത്രിമാർ പറഞ്ഞത്. ഒപ്പം തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ സജ്ജീകരണങ്ങളൊക്കെയും തന്നെ ഭക്തജനങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ അപകട സാഹചര്യങ്ങൾ മുൻകൂട്ടിയുള്ള ആംബുലൻസ് സംവിധാനമാണെങ്കിലും ജില്ലാ മെഡിക്കൽ ടീമിന്റെയും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിന്റെയും ആയുഷ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് പോലീസിന്റെ സേവനമാണ്. 1000-ഓളം വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ള ഒരു പോലീസ് വിന്യാസം തന്നെയാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിരക്ഷാ സേനയിലാണെങ്കിലും ഇവരുടെ പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ വകുപ്പുകളിലും ഇത്തവണത്തെ ഒരു സജ്ജീകരണം എന്ന് പറയുന്നത് മന്ത്രി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഒപ്പം എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ കാലാവസ്ഥയെ സംബന്ധിച്ചാണ്. കാലാവസ്ഥ ചൂടായതിനാൽ തന്നെ ഭക്തജനങ്ങളോട് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂട് കൂടുതൽ ആയതിനാൽ തന്നെ ഇത്തരത്തിൽ ആളുകൾ കുടിവെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ഒപ്പം തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. അതായത് പോലുള്ള സംഭവങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. ഒപ്പം മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ക്ഷേത്ര പരിസരത്ത് മോഷണ ശ്രമങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരു മഹോത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല സമർപ്പണം. വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇടയ്ക്കിടെ അനൗൺസ്മെന്റ് ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് വസ്ത്രങ്ങളോട് ബന്ധിപ്പിച്ചായിരിക്കണം ഇത്തരത്തിൽ സ്വർണ്ണമാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കളും ഈ സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കഴിയുന്നതും ഒഴിവാക്കാൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം അവരവർ തന്നെ എന്നും നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ആളുകളുടെ നീണ്ട നിര തന്നെയാണ് കാണുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് കേരളത്തിൻ്റെ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന്, കേരളത്തിന് സംസ്ഥാനങ്ങളിൽ നിന്ന്, ഒപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, വിദേശത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പൊങ്കാല സമർപ്പണത്തിനായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് ഒക്കെ ഇവിടെ വന്ന് സ്ഥലം പിടിക്കുന്നവരുണ്ട്. ക്ഷേത്ര പരിസരത്തും നഗരവീഥികളിലും പൊങ്കാല അർപ്പിക്കുന്ന ആളുകളാണ് ഇവരൊക്കെയും. ക്ഷേത്ര പരിസരത്ത് കിടന്നുറങ്ങിക്കൊണ്ട് തന്നെ പൊങ്കാല സമർപ്പണത്തിനായി എത്തുന്നവരുണ്ട്. പൊങ്കാല ഇടാനായി എത്തിയതല്ലേ? എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? എവിടെയാ സ്ഥലം? കൊല്ലം. എപ്പോ എത്തി? രാവിലെ. ഇവിടെ ക്ഷേത്ര പരിസരത്ത് തന്നെയാണോ പൊങ്കാല ഇടാറ്? ബന്ധുക്കളാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായോ? നാളെ രാവിലെ ഇനി മണിക്കൂറുകൾ മാത്രമാണ് പൊങ്കാല സമർപ്പണത്തിനായി ഉള്ളത്. എവിടുന്നാ ചേച്ചി വരുന്നത്? ഇടയ്ക്കോട്. എഴുകോണ്ട് ഇടയ്ക്കോട്. എപ്പോ എത്തിയത് ഇവിടെ? ഇവിടെ 6 മണിയായി. പൊങ്കാല ഇടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എല്ലാം റെഡിയായി വെച്ച്. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? എല്ലാ വർഷവും വരും. ഇപ്പൊ ക്ഷേത്ര ദർശനത്തിനായി നിൽക്കുകയാണോ? കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് വിഷമിച്ചിരിക്കുക അമ്മയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട്. നല്ല ഭക്തജന തിരക്കാണ് ഇപ്പോഴേ ഉള്ളത്. ഞങ്ങൾക്കൊന്ന് കണ്ടാൽ മതി. കണ്ടിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് പോയി ഞങ്ങൾക്ക്. എവിടുന്ന പൊങ്കാല ഇടുന്നത്? ഞങ്ങൾ മണർക്കാട്. ഞങ്ങൾ അവിടെ നടന്നു വന്നേത്.
ഈ പ്രാവശ്യം എങ്ങനെയാ തിരക്ക് കണ്ടിട്ട്? ഭയങ്കര ആള് നല്ല ആളുണ്ട്. നാളെ ഇതിന്റെ ഇരട്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഇതിലും കൂടുതൽ ആള് കാണും. ഏതായാലും പൊങ്കാലയുടെ നാളെയല്ലേ പൊങ്കാല ഇടുന്നത്. ഏതായാലും അനന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം തന്നെയാണ് നാനാഭാഗങ്ങളിൽ നിന്നുമുള്ളത്. ക്ഷേത്രത്തിന്റെ 4 വശങ്ങളിലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൊങ്കാല ഇടാൻ വേണ്ടി കൂട്ടത്തോടെ വരുന്ന ആളുകളുണ്ട്. എന്നാൽ ഇത് എല്ലാ വർഷവും ഒരു ആഘോഷമായി പൊങ്കാല ഇടുന്ന ഒരു സുഹൃത്ത് വലയങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെയും ഇത്തരത്തിൽ പൊങ്കാല വരുമ്പോൾ ഒന്നിക്കുന്ന ഒരു സ്ഥിതിഗതികൾ എല്ലാവരും തന്നെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ അവർക്കൊക്കെയും തന്നെ ഒരു നിമിഷം ഒന്ന് ഈ ആറ്റുകാൽ ദേവിയെ കാണാനുള്ള ഒരു അവസരത്തിനായി ഇവിടെ ഇത്രയും മണിക്കൂർ കാത്തിരിക്കുകയാണ്. രാവിലെ 11 മണി മുതൽ ക്യൂ നിന്ന് അല്പസമയം മുൻപ് 5 പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ് നാളെ. കേരളത്തിലെ നാനാതുറകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാൻ തലസ്ഥാന നഗരിയിൽ എത്തിയിരിക്കുന്നത്. രാവിലെ 10:30 പണ്ടാര അടുപ്പിൽ തീ പകരും. 1:15 പൊങ്കാല നിവേദ്യം. വിവരങ്ങളാണ് മാനസ മനോജ് നൽകിക്കൊണ്ടിരിക്കുന്നത് തത്സമയം. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വൻ ഭക്തജന തിരക്കാണ് ഇത്തവണ. മറ്റു തവണകളെക്കാളും എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ ഭക്തജന തിരക്ക് കൂടുതലാണ്. കേരളത്തിലെ മറ്റു 13 ജില്ലകളിൽ നിന്നും ഒപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം തന്നെ പൊങ്കാല അർപ്പിക്കാനായി ഭക്തർ ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ 9 മണി വരെയാണ് മകം തൊഴലുള്ളത്. വൻ ഭക്തജന തിരക്കാണ് ഇപ്പോൾ അമ്പലത്തിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. തത്സമയം അവിടെ നിന്നാണ് മാനസ മനോജ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.